കണ്ണൂരിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി. കാഞ്ഞിരക്കൊല്ലിയിലെ നിതീഷ് ബാബുവാണ് കൊല്ലപ്പെട്ടത്. ഭാര്യ ശ്രുതിക്കും വെട്ടേറ്റു. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, എന്താണ് സംഭവം? തന്നെ അല്പസമയം മുമ്പാണ് പയ്യാവൂർ കാഞ്ഞിരക്കൊല്ലിക്കടുത്ത് ആമിനത്തോട് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. നിതീഷ് ബാബു എന്ന 31-കാരനാണ് കൊല്ലപ്പെട്ടത്. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് കൊല നടത്തിയത്. ഈ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ഇയാളുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയും നിതീഷ് ബാബുവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. ഇയാളെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച നിതീഷിന്റെ ഭാര്യ ശ്രുതിക്കും വെട്ടേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ശ്രുതിയെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഇരുമ്പ് പണി എടുക്കുന്ന ആളാണ് നിതീഷ് ബാബു. കഴിഞ്ഞ 2 ദിവസമായി ഈ നിതീഷ് ബാബുവിന്റെ വീടിന് പരിസരത്ത് ഈ ബൈക്കിൽ രണ്ടംഗ സംഘം കറങ്ങി നടക്കുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. നാട്ടുകാർ അങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും അവരിന്ന് ഇയാളുടെ വീട്ടിലേക്ക് എത്തുന്നു. ആ സമയത്ത് നിതീഷ് ബാബു ഈ കൊല്ലപ്പണി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇരുമ്പിന്റെ പണി എടുക്കുകയായിരുന്നു. ആ പണി എടുക്കുന്ന സ്ഥലത്ത് കയറി ആലയിൽ കയറിയാണ് നിതീഷ് ബാബുവും ഇവരും തമ്മിൽ വാക്കുതർക്കവും സംഘർഷം ഉണ്ടാവുന്നത്. പിന്നാലെ അവിടെ ഈ ആലയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് ഈ രണ്ടംഗ സംഘം ഇയാളെ വെട്ടുകയായിരുന്നു. കഴുത്തിനാണ് വെട്ടേറ്റത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നിതീഷ് മരിച്ചു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇയാളുടെ ഭാര്യ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബൈക്ക് കൊല നടത്തിയതിനു ശേഷം ഈ സംഘം ബൈക്കിൽ തന്നെ രക്ഷപ്പെടുകയും ചെയ്തു. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പയ്യാവൂർ പോലീസ് ഇവർക്ക് വേണ്ടി ഊർജിതമായ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ കൊല നടത്തിയത് ആരാണെന്ന് ഈ നിതീഷിന്റെ ഭാര്യ ശ്രുതിക്ക് അറിയാമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ശ്രുതിയിൽ നിന്ന് ആ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമം കൂടി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. തന്നെ ശരി സുനിൽ.